ഹായ് ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ ആക്കി വെച്ചിട്ടുണ്ട്. രാവിലെയുള്ള ചായ പാലിലാണ് ഇടുന്നത്. പിന്നെ വൈകിട്ടുള്ള ചായ പാൽപ്പൊടിയിലാണ് ഇടുന്നത്. ഇളയ മോന് ബ്ലാക്ക് ടീയാണ് ഇഷ്ടം. അപ്പോൾ അവൻ എണീക്കാറാകുമ്പോഴത്തേക്കും ബ്ലാക്ക് ടീ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾക്കുള്ളത് എടുത്തിരിക്കുകയാണ്. കുടിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് മുഖം കഴുകാനുള്ള വെള്ളമാണ് ഗ്യാസിൽ വെച്ചിരിക്കുന്നത്. രാവിലെ പുട്ടുണ്ടാക്കുന്നതുകൊണ്ട് കടലക്കറി ആക്കാൻ വേണ്ടിയിട്ട് ചുണ്ടക്കടല വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. സവാള അരിയുമ്പോൾ കണ്ണുനീര് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ടിപ്സ് കുറേ ഉണ്ട്. പലർക്കും അറിയാമായിരിക്കും. വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വയ്ക്കുക, അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ അകത്ത് കുറച്ച് നേരം സവാള ഒരു 10 മിനിറ്റോളം വയ്ക്കുക. അല്ലെങ്കിൽ നിറയെ സവാള, ഇപ്പോൾ ബിരിയാണിക്ക് ഇറച്ചിക്ക് ഒക്കെ അരിയാൻ വരുമ്പോഴത്തേക്കും നിറയെ സവാള ഉണ്ടാവും. അപ്പം നമ്മൾ അരിയുമ്പോഴത്തേക്കും ഒരു ചെറിയ മെഴുകുതിരി കൂടെ അതിന് മുമ്പിൽ കത്തിച്ച് വെച്ചാൽ മതി. പപ്പടം കാച്ചിയ ശേഷം ആ എണ്ണയിൽ തന്നെ കറിക്ക് വേണ്ടി വഴറ്റിയെടുക്കും. കടുക് പൊട്ടിച്ച ശേഷം സവാള, കറിവേപ്പില, പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് വഴറ്റണം. പെട്ടെന്ന് വഴഞ്ഞ് കിട്ടും. പിന്നെ ഞാൻ എപ്പോഴും ഇഞ്ചി അരച്ച് വെച്ചിട്ടുണ്ടാവും. ആ ഇഞ്ചി അരച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ടിട്ടുണ്ട്. അത് വഴറ്റി കഴിഞ്ഞ ശേഷം തക്കാളിയും കൂടെ ചേർത്ത് വഴറ്റും. പിന്നെ മസാലപ്പൊടികൾ ചേർക്കും. ഞാൻ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയാണ്. പണ്ട് മഞ്ഞൾപ്പൊടിയും ഈ പൊടികളൊക്കെ ഞാൻ കടയിൽ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ നിറയെ കെമിക്കൽസൊക്കെ ചേർന്നിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ അതൊക്കെ, അതായത് മഞ്ഞളും മല്ലിയും വറ്റൽമുളകൊക്കെ വാങ്ങി പൊടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ സമാധാനത്തിൽ നമുക്ക് കഴിക്കാമല്ലോ. വഴറ്റി വെച്ചിരിക്കുന്ന സവാളയല്ലേ, അതിൽ നിന്ന് കുറച്ച് മാറ്റും. അതും ഇത്രയും അളവിൽ മാറ്റിയെടുക്കും. അതുപോലെ ചുണ്ടക്കടലയിൽ നിന്ന് വേവിച്ച് വെച്ചിരിക്കുന്ന ചുണ്ടക്കടലയിലെ അതിൽ നിന്ന് ഇതുപോലെ ഇത്ര അളവിൽ മാറ്റി അത് തണുത്ത് കഴിഞ്ഞ ശേഷം അരച്ചെടുക്കും. എന്നിട്ടത് കറിയിൽ ചേർക്കും. കറിക്ക് നല്ല കൊഴുപ്പുണ്ടാവും. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. പക്ഷെ ചേർക്കുമ്പോൾ ചെറിയ ചൂടുവെള്ളം വേണം ചേർക്കേണ്ടത്. തണുത്തവെള്ളം ചേർക്കരുത്. ചെറിയ ചൂടുവെള്ളം വേണം കറിയിൽ ചേർക്കേണ്ടത്. ഏത് കറിക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർക്കുന്നത് ചെറിയ ചൂടുവെള്ളമാണ് ചേർക്കേണ്ടത്. ലാസ്റ്റ് മല്ലിയിലയും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് ഇറക്കാം. വിളക്ക് കത്തിച്ചു. എല്ലാ ദിവസവും രാവിലെ വിളക്ക് കത്തിക്കും. വെളിയിൽ വന്നപ്പോഴത്തേക്കും നല്ലൊരു സീൻ കിട്ടി. സൂര്യരശ്മികൾ മരത്തിൻ്റെ ഇടയിൽ കൂടെ വീഴുന്ന കാണാൻ നല്ല ഭംഗിയില്ലേ. ഉടനെ തന്നെ അത് ഞാൻ വീഡിയോ എടുത്തു. അപ്പോൾ ഇതവിടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഞാൻ പോയി കുറച്ച് പുട്ട് എടുത്തുകൊണ്ട് വന്നു. കഴിക്കുമെന്ന് അറിഞ്ഞുകൂടാ. എന്നുവെച്ചാൽ ഇത് ആരും വളർത്തുന്ന പട്ടിയല്ല. നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊരു കടയുണ്ട്. ആ കടയുടെ അവിടെ പണ്ട് ചെറുതിലേ അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു. രാവിലെ തന്നെ ഓഫീസിൽ പോകുന്ന ആൾക്കാരും സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ആ കടയിൽ നിന്ന് ഒരു ചെറിയ പാക്കറ്റ് ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ച് അതിനിട്ട് കൊടുക്കും. ഇപ്പം പുട്ട് കഴിച്ചിട്ടില്ല, വയറ് നിറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ കളിക്കാനുള്ള മൂടി നിൽക്കുകയാണ്. ഇവിടെ പോയി ആരോ പൊട്ടും കുങ്കുമൊക്കെ ഇട്ടുകൊടുത്ത് നല്ല സുന്ദരിമണി ആക്കിയിട്ടുണ്ട്. ഉച്ചക്കലത്തേക്ക് ക്യാബേജും ക്യാരറ്റും കൂടെ ഇട്ട് തോരൻ ഉണ്ടാക്കാൻ വിചാരിച്ചു. ചോപ്പറിലിട്ട് അരിയും പെട്ടെന്ന് പണി നടക്കും. ക്യാരറ്റും ക്യാബേജും അരിഞ്ഞ ശേഷം
തേങ്ങ, വെളുത്തുള്ളി, ജീരകം, കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് തോരൻ്റെ പരുവത്തിൽ അരച്ചെടുക്കും. സാധാരണ 2-3 ദിവസത്തേക്കുള്ള തേങ്ങ തിരികെ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചേക്കും. അതിപ്പോൾ ഇല്ലായിരുന്നു, അതുകൊണ്ട് തേങ്ങ എടുത്ത് പെട്ടെന്ന് കഷ്ണമാക്കി എടുത്തതാണ്. അരപ്പിൻ്റെ കൂട്ടിൽ ക്യാരറ്റും ക്യാബേജും കൂടെ ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ബീൻസ് തോരനായാലും കീരത്തോരനായാലും ഇതുപോലെ തന്നെ ഇതേ അരപ്പ് തന്നെ അതിൻ്റെ കൂടെ മിക്സാക്കി കുറച്ച് വെള്ളം തളിച്ച് എണ്ണയിൽ കടുക് പൊട്ടിച്ച ശേഷം വഴറ്റി പച്ചവെച്ച് വേവിച്ചെടുക്കും. അപ്പോൾ തോര റെഡി ആയിട്ടുണ്ട്. പിള്ളേരും ചേട്ടനൊക്കെ ആഹാരമൊക്കെ കഴിച്ച് ഉച്ചക്കാലത്തൊക്കെ കൊണ്ടുപോയി. ഇപ്പം ഞാൻ രാവിലത്തെ ജോലിയെല്ലാം കഴിഞ്ഞ ശേഷം കാപ്പി കുടിക്കാതിരിക്കുകയാണ്. പുട്ടും കടലക്കറിയും നല്ലൊരു കോമ്പിനേഷനാണല്ലേ. ഓരോ പലഹാരത്തിനും ഓരോരോ കോമ്പിനേഷനുണ്ട്. ഇഡ്ഡലിക്ക് സാമ്പാർ പോലെ, ദോശ ചമ്മന്തി പോലെ അല്ലേ. കൂടെ ഒരു പപ്പടവും കൂടി. ഇത് രാവിലെ അരക്കയിടാണ്. ഇന്നലെ ഇഡ്ഡലിക്ക് വേണ്ടി അരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് രാവിലെ അരക്കുകയാണ്. ഇനി അരയ്ക്കുമ്പോഴത്തേക്കും ഉള്ള ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, അരി വെള്ളത്തിലിട്ട് പുറത്ത് വയ്ക്കുന്നതിന് പകരം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അല്ലെങ്കിൽ ഇതുപോലെ ഒരു ബോട്ടിൽ വെള്ളം പിടിച്ച് വെച്ചാൽ മതി. അരയ്ക്കുമ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഈ ഐസ് വാട്ടർ ഒഴിച്ച് കൊടുത്താൽ മതി. അരയുമ്പോഴത്തേക്കുള്ള ഗ്രൈൻഡറിൻ്റെ ചൂട് കൊണ്ടിട്ട് അതിൻ്റെ ടെക്സ്ചർ മാറും. ഇത് ഏതോ വീഡിയോയിൽ ഞാൻ കണ്ടതാണ്, വീഡിയോയിലോ ബുക്കിലോ കണ്ട് വായിച്ചതാണ്. തണുത്ത വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും മാവ് നല്ല ഇതായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും. അപ്പോൾ ഇവിടെ അടുക്കളയുടെ ഗ്യാസിൻ്റെ തൊട്ട് മുകളിൽ ആ ജനലിൻ്റെ അവിടെ ഒന്ന് വൃത്തിയാക്കാൻ വിചാരിച്ചു. ഭയങ്കര പൊടിയായിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ ജനലിൻ്റെ അവിടെ ചെറിയ നെറ്റ് സെപ്പറേറ്റ് ആയിട്ട് വെച്ച് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ചെറുതായിട്ട് ഈ വലയും പൊടിയും ഒക്കെ ആയിരുന്നു. ആദ്യം അവിടെയുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ മാറ്റി. ഗ്യാസിൻ്റെ വശത്തൊന്നും ആഹാര സാധനങ്ങളൊന്നുമില്ല. അവിടെയെല്ലാം കംപ്ലീറ്റ് വൃത്തിയാക്കിയ ശേഷം ആ പൊടി മാറ്റുകയാണ്. ചൂല് കൊണ്ട് വൃത്തിയാക്കി കഴിഞ്ഞ ശേഷം പെയിൻറ്റിൻ്റെ ബ്രഷിൽ അത് വെച്ച് ആ ചെറിയ കള്ളികളിൽ ആക്കുകയാണ്. ഇനി പൊള്ളി കൂടെ വന്നിട്ട് കൂടെ വൃത്തിയാക്കണം. അരയ്ക്കുന്നതിൽ വെള്ളം ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. ജനലിൻ്റെ അവിടെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ കുറച്ച് ഡിറ്റർജൻറ്റ് പൗഡർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിൽ ഒഴിക്കുന്ന ലിക്വിഡിൽ അതും സോഡാപ്പൊടിയും കൂടെ ചേർത്ത് മിക്സാക്കിയ ശേഷം അവിടെ തുടച്ചെടുക്കും.
ലൈറ്ററും കത്തിരിയും വെച്ചിരുന്ന ട്രേ കൂടെ വൃത്തിയാക്കി. പ്ലാസ്റ്റിക്കിൻ്റെ ആ ചെടിയും കഴുകി വെച്ചു. ഈ റൊട്ടേറ്റിംഗ് ട്രേ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതിൽ നോക്കിയപ്പോൾ നല്ല സ്മൂത്തായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത് പോലെ വീഡിയോ കണ്ടു. പക്ഷെ അങ്ങനെയൊന്നുമില്ല, നമ്മൾ തന്നെ ബലം കൊടുത്ത് റൊട്ടേറ്റ് ചെയ്യണം. അതുപോലെ ഡബ്ബകൾ, അതിൽ വെച്ചിരുന്ന ഡബ്ബകളൊക്കെ തുടച്ചെടുത്തു. അത് മാസത്തിലൊരിക്കൽ ഞാൻ എല്ലാ ഡബ്ബകളും അതുപോലെ തുടച്ച് വയ്ക്കുന്നതാണ്. ഇതിലിപ്പോൾ വെച്ചിരിക്കുന്നത് പെട്ടെന്ന് നമുക്ക് കൈയെടുക്കാവുന്ന തരത്തിൽ, ഈസി ആയിട്ട് എടുക്കുന്ന തരത്തിൽ കടുക്, ജീരകം, ഗ്രാമ്പൂ, ഏലക്ക, തേയില ഇതൊക്കെയാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഈ ട്രേയും ഞാൻ കഴുകി തുടച്ചെടുത്തു. അപ്പോൾ അതിലോട്ട് സാധനങ്ങളൊക്കെ വയ്ക്കാം. ഇപ്പം നല്ല ഭംഗിയായില്ലേ? ആ ജനൽ കള്ളികളിലുള്ള പൊടി കംപ്ലീറ്റ് ആയിട്ട് മാറിയില്ലെങ്കിലും തരക്കേടില്ലാതെ ഒരു 3/4% മാറിയിട്ടുണ്ട്. ഇനി കുറച്ച് പാത്രം കൂടെ കഴുകിയെടുക്കാനുണ്ട്. ഇത് ഉണ്ണിയപ്പം ചട്ടി, അതിൽ കുറച്ച് എണ്ണയുടെ അംശം ഉണ്ടായിരുന്നുകൊണ്ട് ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് നേരം അവിടെ വെച്ചു. ബാക്കി എല്ലാ പാത്രവും കഴുകിയ ശേഷം അത് കഴുകിയെടുക്കാൻ വിചാരിച്ചു. ഇടയ്ക്കൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളും കണ്ടിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. ഉണ്ണിയപ്പം ചട്ടിയിൽ ആപ്പത്തിൻ്റെ മാവ് ഒഴിച്ച് കുട്ടി കുട്ടി അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല, ചെയ്ത് നോക്കണമെന്നുണ്ട്. നമ്മൾ സാധാരണ ആപ്പച്ചട്ടിയിൽ ഒഴിക്കില്ലേ, അതേപോലെ ഈ ഉണ്ണിയപ്പം ചട്ടിയിൽ ഒഴിക്കുന്നത്. മാവ് അരഞ്ഞ് കിട്ടി. ഇനി അത് കോരിയെടുക്കണം. അരക്കല്ലിൽ നിന്ന് കംപ്ലീറ്റ് മാവെടുക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്കും ഓരോരോ രീതി ഉണ്ടല്ലേ. ഞാൻ ഈ മെത്തേഡാണ് പണ്ട് തൊട്ടേ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സൈഡിലുള്ള കംപ്ലീറ്റ് മാവും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് വരും. മാവ് അരച്ച ഉടനെ തന്നെ അത് കഴുകിയെടുക്കും. അവിടെ തന്നെ അത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഉണങ്ങി ഇങ്ങനെ ഇരിക്കും. പിന്നെ കുറച്ചുകൂടെ ഇരട്ടിപ്പണിയായിരിക്കും അത് കഴുകിയെടുക്കുക. അതുകൊണ്ട് കൈ ഉടനെ തന്നെ അതും കഴുകിയെടുക്കും. ഞാൻ സ്ലാബും വൃത്തിയാക്കിയിടും. അമ്മയ്ക്കുള്ള ഉച്ചയ്ക്കുള്ള ആഹാരം ടാബ്ലറ്റെല്ലാം കൊടുത്തു കഴിഞ്ഞ ശേഷം ഞാൻ കഴിക്കാതിരിക്കുകയാണ്. രാവിലത്തെ കടലക്കറിയും ക്യാബേജ്, ക്യാരറ്റ് തോരനും, തൈര്. കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ ശേഷം അമ്മയെ കുളിപ്പിക്കാൻ ആ ചേച്ചി വന്നു. വൈകിട്ട് ചായക്ക് വെള്ളം വെച്ചിരിക്കുകയാണ്. ക്രിസ്മസിനിട്ട് സ്റ്റാറും ട്രീയൊക്കെ മാറ്റാറായി. ഈ വീഡിയോ ഇട്ട സമയത്ത് ഊരിക്കഴിഞ്ഞു. ഇപ്പം ഒരു ഓഫീസിൽ നിന്ന് വരുന്ന സമയത്ത് പാലും ഹോർലിക്സ്, ചെറിയ പാക്കറ്റ് ഹോർലിക്സും മുട്ടയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ വയ്ക്കുന്നതിന് മുമ്പ് ആ പാക്കറ്റൊക്കെ ഒന്ന് കഴുകിയെടുക്കും. ഇന്ന് രാത്രിത്തേക്കുള്ള പാല് മാറ്റി വെച്ചു. ബാക്കി അകത്ത് ഫ്രിഡ്ജിൻ്റെ അകത്ത് എടുത്ത് വെച്ചു. ആ ഹോർലിക്സും ആ ബോക്സിൻ്റെ അകത്ത് ഇട്ട് വെച്ചു. ഇനി നാളെ ഇഡ്ഡലിക്കുള്ള മാവ് അതിലുപ്പിട്ട് കലക്കി വയ്ക്കുകയാണ്. അരച്ച് കഴിഞ്ഞ ശേഷം കുറച്ച് നേരം പുറത്താണ് വെച്ചിരുന്നത്. ഇനി ഇതിൽ നിന്നും രാത്രിത്തേക്ക് ദോശയ്ക്കുള്ള മാവ് കുറച്ച് മാറ്റി വയ്ക്കും. എന്നിട്ട് ബാക്കി മാവ് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചേക്കും.
ദോശയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കുകയാണ്. നാളെ ഇവർക്ക് ഉച്ചയ്ക്ക് ഇഡ്ഡലി മതി എന്നാണ് പറഞ്ഞത്, ചോറ് വേണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാമ്പാറാണ് ഞാൻ രാവിലത്തേക്ക് വയ്ക്കുന്നത്. അപ്പം ഉച്ചയ്ക്ക് സാമ്പാർ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ തക്കാളി കറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് രാത്രി ദോശയ്ക്കും നാളെ ഇവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തക്കാളി കറി ചേർത്തുണ്ടാക്കിയാണ്. അതിന് വേണ്ടിയിട്ട് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, തേങ്ങ, പിന്നെ കുറച്ച് സവാള. ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതും വളരെ സിമ്പിളാണ് ഈ കറി. ചീഞ്ചട്ടി ചൂടാക്കിയ ശേഷം ഇച്ചിരി കടുകും ഉലുവയും ഒന്ന് ചൂടാക്കിയെടുക്കണം. കുറച്ച് മതി, കൂടുതലായിപ്പോയാൽ കയ്ക്കും. അതിനൊന്ന് ചൂടാക്കി കഴിഞ്ഞ ശേഷം അതിനെ മിക്സിയിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇനി ആ ചീഞ്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് തക്കാളി ചേർത്ത് വഴറ്റണം. അതിൽ തന്നെ സവാള ഇട്ടൊന്ന് വഴറ്റി തേങ്ങയും കൂടെ ഇട്ട് വഴറ്റണം. സെപ്പറേറ്റ് ആയിട്ട് തേങ്ങ വറുത്തൊന്നും എടുക്കണ്ട, ഇതിൻ്റെ കൂടെ തന്നെ ഇടാം. തേങ്ങ തിരുവിയിടാം, അല്ലെങ്കിൽ തേങ്ങ ഇതുപോലെ കഷ്ണിച്ചാക്കിയിടാം. നന്നായിട്ട് വഴറ്റി കഴിഞ്ഞ ശേഷം കുറച്ച് മുളക് പൊടി, കുറച്ച് കായപ്പൊടി കൂടെ ഇട്ട് ഒന്ന് വഴറ്റണം. നന്നായിട്ട് വഴറ്റണം. ഇത് തണുത്ത് കഴിഞ്ഞ ശേഷം മിക്സിയിലാക്കി, വേറൊന്നും ചേർക്കണ്ട, ഇച്ചിരി ഉപ്പ്, കുറച്ച് പഞ്ചസാര അതും കൂടെ ചേർത്ത് അരച്ചാൽ മാത്രം മതി. വെള്ളമൊന്നും ചേർക്കണ്ട. ഞാൻ പാൽ തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്. ആ പാലിൻ്റെ കവർ നമ്മൾ പൊട്ടിക്കത്തില്ലേ, അതിൻ്റെ ആ ചെറിയ പീസ് ആ കവറിൻ്റെ അകത്ത് തന്നെ ഇട്ടേക്കും. ഇതുപോലെ വീഡിയോയിൽ കണ്ടതാണ്. ആ കവറിൻ്റെ അകത്ത് തന്നെ ആ ചെറിയ പീസ് കവർ ഏത് പൊട്ടിച്ചാലും ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അതിൻ്റെ അകത്തിട്ട് അപ്പോൾ പ്ലാസ്റ്റിക് എടുക്കാൻ വരുമല്ലോ, അവരുടെ കയ്യിൽ ഈ കവർ മൊത്തത്തിൽ അങ്ങ് കൊടുത്തേക്കും. അമ്മയ്ക്കുള്ള പാല് കുരുമുളക് പൊടിയും ഹോർലിക്സ് ഇട്ട് കലക്കിയെടുത്തു. അപ്പോൾ ഇതാ അരച്ചെടുത്തു. ഇനി കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. അമ്മയ്ക്കുള്ള പാല് തണുത്തിട്ടുണ്ട്. ഈ ദോശ ചൂടയാണ്, രാത്രിയുള്ള ദോശ ചൂടയാണ്. അപ്പോൾ അതിൽ ദോശ ശരിക്കും നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് ആദ്യം എണ്ണ തടവിയ ശേഷം, ദോശക്കല്ലിൽ എണ്ണ തടവി കഴിഞ്ഞ ശേഷം കുറച്ച് വെള്ളം തളിക്കണം. അതിനുശേഷം ദോശമാവ് ഒഴിച്ചാൽ മതി, നന്നായിട്ട് വരും. പിന്നെ അത് കഴിഞ്ഞ ശേഷം അടുത്ത ദോശ ഒഴിക്കുമ്പോൾ ഇത് ചെയ്യേണ്ട. പിന്നെ മൂന്നാമത്തെ ദോശ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ എണ്ണ തടവിയ ശേഷം ഇച്ചിരി വെള്ളം തളിച്ചാൽ മതി. നന്നായിട്ട് ദോശ വരും. ദോശക്കല്ലിൽ ഒട്ടി പിടിക്കത്തുന്നില്ല, നന്നായിട്ട് വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. സപ്പോർട്ട് ചെയ്യണം, കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്. അപ്പം നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.